നട്ടപ്പാറ വെയിലത്ത് നമ്മളിപ്പോൾ ഇന്നൊരു കല്യാണത്തിനോടാണ് ഗൈസ് അന്നമാണല്ലോ ഉന്നം അതുകൊണ്ട് വെയിലൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ സാറിൻ്റെ സിസ്റ്ററിൻ്റെ മോളെ കല്യാണം ചെന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് വെറുതെ നാളെ കാണിക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഉമ്മച്ചിനെ പോലെ ആവുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ക്യാമറ കാണുമ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നമ്മളെ കൂടെ ശിഖ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ശിഖ ചേച്ചി എന്ന് പറയുന്നത് നമ്മളെ വേറൊരു സ്റ്റാഫാണ്, നമ്മളെ പോലെ തന്നെ കാരയിലത്തെ സ്റ്റാഫാണ് ഗൈസ്. കാരയിലായിരുന്നു കല്യാണം. നമ്മൾ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചത് ഡെസേർട്ട് എടുക്കാൻ പോകും. ഞാൻ ശിഖ ചേച്ചി ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബിരിയാണി ഡെസേർട്ടൊക്കെ കാണുമ്പോൾ ഞാൻ അതിൽ അലിഞ്ഞു പോകും ഗൈസ്. കോക്കനട്ടിൻ്റെ ഈ ഒരു പുഡിങ് കണ്ടുകൂടി ഞാൻ ജിമ്മ് മറന്നു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമുണ്ടായില്ല. ഇതാണ് നമ്മളെ ശിഖ ചേച്ചി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങാൻ നോക്കി. കാരണം നമുക്ക് തിരിച്ച് ലാബിക്ക് വരണമല്ലോ. കഴിച്ചതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു 7up ഒക്കെ മേടിച്ചിട്ടാണ് ലാബിക്ക് പോയിട്ടുണ്ടായിരുന്നത്. 7up ഒക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നതിനിടയിലാണ് ഈ പണിയിരുന്ന് പാടണത്. പാട്ടെന്ന് പറഞ്ഞാൽ ഈ എജ്ജാതി പാട്ട് ഇതുവരെ കേൾക്കാത്ത രീതിക്കുള്ള പാട്ടൊക്കെ ആയിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ലാബൊക്കെ ക്ലോസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബീച്ചിലൊക്കെ പോയി ഊഞ്ഞാലക്കാടി ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലൈഡൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് കഴിച്ച ഫുഡൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് 2-3 വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.